ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു മടുപ്പ് തോന്നി തുടങ്ങുമ്പോഴോ ചുമ്മാ ഒരു റൈഡ് പോകണമെന്ന് തോന്നുമ്പോഴോ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റൂട്ടാണ് മൂലമറ്റത്തിൽ നിന്ന് കട്ടപ്പനയ്ക്ക് നീണ്ടു കിടക്കുന്ന ഈ റോഡ്. ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് തിരക്കുകളൊന്നുമില്ലാത്ത ഒരു വഴിയിലൂടെയുള്ള ഒരു യാത്ര. നോക്കത്താ ദൂരത്തിൽ നീണ്ടു കിടക്കുന്ന ഈ മലകളും ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും കൊടും ചൂടിലും വീണു പോകാതെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്ന ചെറിയ ചെടികളും അതിന്റെ ഇടയിലൂടെ നീണ്ടു നിവർന്നും വളഞ്ഞും മുളഞ്ഞുമായി പോകുന്ന ഈ റോഡും. ഈ റൂട്ടിലെ പ്രധാന ആകർഷകങ്ങളിലൊന്നാണ് ഈ കിണർ. കാലം കുറേയായി ഇത് 5ാമത്തെ ഹെയർ പിൻ വളവിൽ ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. കരിപ്പലങ്ങാട്, അതാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഞങ്ങളിവിടെ വെള്ളം മേടിക്കാൻ നിർത്തിയതാണ്. ഒരു ചെറിയ ഹോട്ടലും LP സ്കൂളും പലചരക്ക് കടയും ഓടുമേഞ്ഞ കെട്ടിടങ്ങളും കാട് പിടിച്ചു കിടക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡും, അങ്ങനെ കുഞ്ഞു ഗ്രാമം. മഴക്കാലമായതുകൊണ്ട് റോഡിലൂടെയെല്ലാം വെള്ളം ഒഴുകുന്നുണ്ട്. ചെറിയ ഉറവകളിൽ നിന്നുള്ള ഈ വെള്ളം റോഡിന്റെ സൈഡിലൂടെ ഒഴുകിപ്പോകുന്നത് വഴിയിൽ ഇടയ്ക്കിടെയുള്ള കാഴ്ചയാണ്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. പൊട്ടൻമുടിക്കാണ്. ഞായറാഴ്ചയായിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സൂരജാണ് ചോദിച്ചേ, നീ പൊട്ടൻമുടിക്ക് പോയിട്ടില്ലേ എന്ന്. ഇല്ല എന്നായിരുന്നു എന്റെ മറുപടി. എന്നാൽ അങ്ങോട്ടേക്ക് പോകാം എന്നും പറഞ്ഞിറങ്ങിയതാണ്. പൊട്ടൻമുടി എന്ന പേര് ഞാൻ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ പേരിനോട് ഒരു ആകർഷണം തോന്നാത്തതുകൊണ്ട് ആ സ്ഥലവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന മുൻവിധിയാണ് അവിടേക്ക് പോകാൻ എന്നെ തോന്നിപ്പിക്കാത്തത്. കുളമാവിലെ ഗ്രീൻബർഗ് റിസോർട്ടിന്റെ എൻട്രൻസിലൂടെയുള്ള വഴിയിലൂടെ തന്നെയാണ് അവിടേക്ക് കയറി പോകേണ്ടത്. വഴി അത്ര നല്ലതൊന്നുമല്ല, പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോൾ റോഡിന്റെ വീതി കുറഞ്ഞു. പിന്നെ അങ്ങോട്ട് മണ്ണിട്ട വഴിയാണ്. രണ്ടുപേരെയും വെച്ചുകൊണ്ട് വണ്ടി കയറൂല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇറങ്ങി നടന്നു. മുകളിൽ നിന്ന് നല്ല രീതിയിൽ ഉറവ പൊട്ടി വെള്ളമൊഴുകുന്നുണ്ട്. വണ്ടി പോയി കഴിഞ്ഞ് ഞാൻ കുറച്ചുനേരം അവിടെ നിന്നു. ചീവീടിന്റെ ശബ്ദവും വെള്ളമൊഴുകുന്ന ശബ്ദവും നടന്നു കയറിയതുകൊണ്ട് ഞാൻ നന്നായി കിതയ്ക്കുന്ന ശബ്ദവും മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ല തണുത്ത കാറ്റും. ചുരുക്കി പറഞ്ഞാൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം. ഞങ്ങളുടെ വണ്ടി ഇവിടെ വരെയേ കയറുള്ളൂ. ഇനി അങ്ങോട്ട് നടക്കണം. പച്ചപ്പിന്റെ ഇടയിലൂടെയുള്ള ചുവന്ന മൺവഴി. മുകളിലേക്ക് വണ്ടി കയറിപ്പോയ പാടുകളുണ്ട്. ചെറിയ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ വഴിയാണ്. കുറച്ചു നടന്ന് മുകളിലെത്തിയപ്പോൾ തന്നെ അവിടുത്തെ കാഴ്ചകൾ അടിപൊളിയായിരുന്നു. കുളമാവ് ഡാമിലെ വെള്ളം കയറിക്കിടക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മുതൽ ഭയങ്കര കാറ്റായിരുന്നു. തലയിലിരിക്കുന്ന തൊപ്പിയും മുഖത്ത് വെച്ച കൂളിഗ്ലാസുമെല്ലാം പറപ്പിച്ചുകൊണ്ട് പോകുന്ന പോലത്തെ കാറ്റ്. ആ കാറ്റിൽ പുല്ല് ആടി ഉലയുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവസാനം നടന്ന് മുകളിലെത്തി. അവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരം. പൊട്ടൻമുടി എന്ന പേര് ആകർഷണമല്ലാത്തതുകൊണ്ട് ആ സ്ഥലവും അങ്ങനെയായിരിക്കുമെന്ന മുൻവിധി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല. മുൻവിധിയോടുകൂടി ഒരു കാര്യത്തെ സമീപിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കുറച്ചു നേരം അവിടെ ഇരുന്നു. കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ തിരിച്ച് താഴേക്ക് നടന്നു.